നമസ്കാരം. എല്ലായിടത്തും ഇപ്പോൾ ഇന്ത്യ പാക് യുദ്ധത്തിനെ കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അതിനെക്കുറിച്ചും കൂടെ പറയണമെന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കാമെന്നും അതുപോലെ രാജ്യത്തിനെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നത് പറ്റുന്നതുപോലെ ചെയ്യണമെന്നൊക്കെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തിരിച്ചുമുള്ള വിമാന സർവീസുകളൊക്കെ തന്നെ നിർത്തിവച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ ഇപ്പോൾ. അങ്ങനെ എല്ലാവരെയും തന്നെ സുരക്ഷിത മേഖലകളിലേക്ക് എത്തിക്കാനുള്ള ഓരോ തത്രപ്പാടിലാണെന്ന് പറയണം. എല്ലാ മേഖലകളും കൂടി ഒപ്പം കൈകോർത്തുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് വേണ്ടിയുള്ള എല്ലാ സംരക്ഷണവും ഇവിടെ ഒരുക്കുന്നത്. ഈ മാസം 25 വരെയാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 15 വരെയായിരുന്നു നിയന്ത്രണം, അത് നീട്ടിയിരിക്കുകയാണ്. അതേസമയം വടക്കേ ഇന്ത്യയിൽ അടച്ചിട്ടിരിക്കുന്ന വിമാനത്താവളങ്ങളിലെ നിയന്ത്രണം മെയ് 15 വരെ നീട്ടിയിട്ടുണ്ട്. മെയ് 25 വരെയുള്ള ദിവസങ്ങളിൽ തെൽ അവീവിലേക്കും തിരിച്ചുമുള്ള എയർ ഇന്ത്യ വിമാനങ്ങളിൽ ഇതിനോടകം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള യാത്രക്കാർക്ക് സൗജന്യമായി ഒറ്റത്തവണ ടിക്കറ്റുകൾ റീഷെഡ്യൂൾ ചെയ്യാനോ അല്ലെങ്കിൽ മുഴുവൻ തുകയും തിരികെ വാങ്ങി ടിക്കറ്റ് റദ്ദാക്കാനോ അവസരം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം രാജ്യത്ത് 10 വിമാനത്താവളത്തിലേക്കും അതുപോലെ തന്നെ ഇവിടെ തിരിച്ചുമുള്ള സർവീസുകൾ ഇന്ന് രാത്രി 12 മണി വരെ റദ്ദാക്കിയതായി ഇൻഡിഗോ എയർലൈൻസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീനഗർ, ജമ്മു, അമൃത്സർ, ലേ, ചണ്ഡീഗഡ്, ധരംശാല, ബിക്കാനീർ, ജോധ്പൂർ, കിഷ്ണഗർ, രാജ്കോട്ട് വിമാനത്താവളത്തിലേക്കും ഇവിടങ്ങളിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കുമുള്ള വിമാന സർവീസുകളും ഇൻഡിഗോ റദ്ദാക്കിയിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മൂർച്ഛിച്ച പശ്ചാത്തലത്തിൽ വടക്കേ ഇന്ത്യയിലെ തന്നെ വിവിധ വിമാനത്താവളങ്ങൾ തന്നെ അടച്ചിട്ടിരിക്കുന്നതും മെയ് 15 വരെ നീട്ടി. ഇന്നലെ വടക്കേ ഇന്ത്യയിലെ വിവിധ നഗരങ്ങൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ തന്നെ പാകിസ്ഥാന് ശ്രമിച്ചതിന് പിന്നാലെ ഇന്ത്യ നിയന്ത്രണം നീട്ടി. പുതുക്കിയ സമയക്രമം അനുസരിച്ച് തന്നെ മെയ് 15 രാവിലെ 28 വരെ വിമാനത്താവളങ്ങൾ പ്രവർത്തിക്കില്ല എന്ന് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം എല്ലാ വിമാനത്താവളങ്ങളെയും വ്യോമ കമ്പനികളെയും ഒക്കെ കേന്ദ്രം അറിയിച്ചതായി തന്നെ സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ANIയുടെ വാർത്തയിൽ തന്നെ പ്രത്യേകമായി എടുത്തു പറയുന്നുമുണ്ട്. ഇതോടെ ശ്രീനഗർ, ജമ്മു, ലേ, അമൃത്സർ, ചണ്ഡീഗഡ്, ധരംശാല, ബിക്കാനർ, രാജ്കോട്ട്, ജോധ്പൂർ, കൃഷ്ണഗഡ്, ജയ്സൽമീർ, മുദ്ര, ജാംനഗർ, പോർബന്ദർ, ഗ്വാളിയോർ, പാട്യാല, ഹൽവാര, ഷിംല, ഭുജ്, ഖണ്ഡ്ല, കേശോദ്, ഹിൻഡൻ തുടങ്ങിയുള്ള വടക്കേ ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ നിന്ന് മെയ് 15-ാം തീയതി വരെ ഒരു വിമാന സർവീസും നടക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിമാനത്താവളങ്ങൾ അടച്ചിടുന്നത് മെയ് 15 വരെ നീട്ടിയതായും തടസ്സപ്പെടുത്തുന്ന സർവീസുകളെയും കുറിച്ചും എയർ ഇന്ത്യയും ഇൻഡിഗോയും സമൂഹ മാധ്യമങ്ങളിൽ യാത്രക്കാർക്ക് അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജമ്മു, ശ്രീനഗർ, ലേ ഒക്കെ തന്നെയും ഇപ്പോൾ ഇതിന്റെ അടിയിൽ വരുന്നുള്ളതാണെന്നും എങ്ങനത്തെ 9 വിമാനത്താവളങ്ങൾ സർവീസ് റദ്ദാക്കിയതുമൊക്കെ എയർ ഇന്ത്യയുടെ അറിയിപ്പിൽ വ്യക്തമാക്കി തന്നെ പറയുന്നുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റും സന്ദർശിക്കണമെന്ന് യാത്രക്കാരോട് എയർ ഇന്ത്യ അഭ്യർത്ഥിക്കുന്നുമുണ്ട്. മെയ് 15 വരെയാണ് ഇവിടെയുള്ളവർക്ക് വേണ്ടി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത് എന്ന് പറയണം. അവിടെ നിന്ന് കമ്പനിയുടെ എല്ലാ വിമാന സർവീസുകളും മുടങ്ങുമെന്ന് ഇൻഡിഗോയും വാർത്താക്കുറിപ്പിൽ പ്രത്യേകമായി അറിയിക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് തന്നെയാണ് എയർ ഇന്ത്യ വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഇങ്ങോട്ട് എവിടെയെങ്കിലും പോകാമെന്ന് അറിയിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെയും റീഫണ്ടുകൾ ലഭിക്കുമെന്നുള്ളതൊക്കെ തന്നെയും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുമുണ്ട്. ചിലർക്കൊന്നും തന്നെ റീഫണ്ട് ലഭിക്കുന്നതല്ല. അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നും വ്യക്തമാക്കേണ്ട കാര്യമാണ്.